ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് എന്നാണെന്നറിയാമോ? എല്ലാവർക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും, ബോഡി ഷേമിങ്. അതുണ്ടായിട്ടുണ്ടാവും എന്നെല്ലാം ഉണ്ടാവണം. കാരണം എന്നാന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് തന്നെ ഒരുപാട് ബോഡി ഷേമിങ് ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞായിരുന്നപ്പോൾ അതൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങ് മാഞ്ഞു പോകത്തില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞായിരുന്നു കഴിഞ്ഞപ്പം എനിക്ക് തീരെ പൊക്കമില്ലായിരുന്നു. ഞാൻ അങ്ങോട്ട് മെലിഞ്ഞിട്ടൊരു പ്രകൃതിയായിരുന്നു. പിന്നെ ഒരു എന്നെ ടീച്ചർമാർ തന്നെ, സ്കൂളിൽ പഠിക്കുന്ന ടീച്ചർമാർ തന്നെ എന്നെ കളിയാക്കി പേര് വിളിക്കുമായിരുന്നു. ഞാനിങ്ങനെ ഉണ്ട പോലെ ഇരിക്കുന്നേ, കറുത്തിട്ടായിരിക്കുന്നേ, ഉണ്ട പോലെ ഇരിക്കുന്നേന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരട്ടപ്പേരിട്ട് ടീച്ചർമാരെ വിളിക്കുമായിരുന്നു. അപ്പം അന്നൊന്നും നമുക്ക് അതിൻ്റെതായ ഇതൊന്നും നമുക്ക് അതിൻ്റെ ഒരു അപകർഷതാബോധമായിരുന്നു. മൊത്തം എന്നെ കാണാൻ കൊള്ളൂല, എന്നെ ഒന്നിനും കൊള്ളൂല, ഞാൻ അവിടെ ചെന്നാൽ കൊള്ളൂല, ഇവിടെ ചെന്നാൽ കൊള്ളൂല, ഡാൻസ് കളിച്ചാൽ കൊള്ളൂല, പാട്ട് പാടിയാൽ കൊള്ളൂല, ഒന്നും നമ്മളൊന്ന് ഏകദേശം ഒന്ന് നമ്മൾ നന്നായിട്ട് കഥയൊക്കെ ആ കുഞ്ഞിലെ നമ്മൾ എഴുതുമായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ എഴുതി അത് കൊള്ളത്തില്ല, നമ്മളെ സ്വീകരിക്കത്തില്ല. അങ്ങനെ ഇങ്ങനെ ഈ 10-37 വയസ്സായപ്പോഴാണ് എനിക്കത് തിരിച്ചറിയാൻ പറ്റിയത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊബൈലിൻ്റെ അതൊക്കെ ഒരുപാട് മോട്ടിവേഷൻ വീഡിയോകളൊക്കെ കാണൂലേ. ആ മോട്ടിവേഷൻ വീഡിയോകൾ കണ്ട് ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് തോന്നി. നീ സെറ്റ്, നീ സൂപ്പറാണ്, നീ ഇങ്ങനെ ചെയ്താൽ ശരിയാകും, നീ ചെയ്താൽ വിജയിക്കും. അങ്ങനെ തന്നെ മനസ്സ് കണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന, അങ്ങനെ എൻ്റെ മനസ്സിനെ ഞാൻ മാറ്റിയെടുത്തിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അത് അന്നേരം നമ്മുടെ കയ്യിൽ ഈ കൊച്ചിന് പഠിക്കാനുള്ള ഫോണാണ് ഉള്ളൂ. അപ്പം അതിനൊരു ചെറിയ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ സ്നാപ്ചാറ്റിലാണ് വീഡിയോ എടുക്കുന്നത്. ഇതിങ്ങനെ ചെറിയ കഷ്ണമായിട്ട് എടുത്തിട്ടാണ് ഇതിൽ ഇടുന്നത്. അതിൻ്റെ അത് മാത്രമേ ഇത്ര ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു തന്നു വിട്ടുപോയല്ലോ. ഈ ബോഡി ഷേമിങ്. അപ്പോൾ ഞാൻ ചെറിയ പ്രായത്തിൽ നല്ല കറുത്തിട്ടെന്ന് പറഞ്ഞാൽ നല്ല കറുത്തിട്ടായിരുന്നു. എൻ്റെ ഫോട്ടോ ഒന്നുമില്ല. ഒരു സ്കൂളിൽ പഠിക്കുന്നത് എൻ്റെ കയ്യിൽ ഫോട്ടോ ഒന്നുമില്ല, ഞാൻ സൂക്ഷിച്ചിട്ടുമില്ല. ശരിക്കും എനിക്ക് ഈ നിറം ഇപ്പോൾ ഉള്ളത് ഫിൽറ്ററാണ് കേട്ടോ. സ്വന്തം ആൾക്കാർ തന്നെ നമ്മുടെ മുന്നേ വെച്ച് പറയും, നീ കൊള്ളത്തില്ല, നീ കുരങ്ങനെ പോലെ ആയിരിക്കുന്നത്, നീ ഇങ്ങനെയായിരിക്കുന്നത്, നിന്നെ കൊള്ളത്തില്ല, അവരെ കണ്ടോ, അവരെന്നാ ഭംഗിയാ കാണാൻ. എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ പിള്ളേരൊക്കെ നല്ല വെളുത്തിട്ടെന്ന് പറഞ്ഞാൽ വെള്ളാരെങ്കല്ല് പോലെ ഇരിക്കുന്ന പിള്ളേർ. അവർ എന്നാ രസമാണ് കാണാൻ, നിന്നെ എന്നത്തിന് കൊള്ളാമെന്നൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വലിയ സന്തോഷിച്ച് അയലക്കത്തുനിന്ന് ഡ്രസ്സൊക്കെ വാങ്ങി നമ്മൾ ഇപ്പോൾ നമ്മുടെ വീട്ടിലെ കുടുംബത്തിലേക്ക് എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകില്ലേ, അവിടെ ചെന്ന് കഴിയുമ്പോൾ ഫോട്ടോ എടുപ്പിലൊക്കെ കാണൂല. അപ്പം നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് അവരുടെ കൂടത്തിൽ കയറി നിൽക്കുമ്പോൾ പതുക്കെ കയ്യെ പിടിച്ചങ്ങ് മാറ്റി നിർത്തും. ഫോട്ടോ കൊള്ളൂല്ലാതെ വരും. കാരണം എന്നാന്ന് വെച്ചാൽ നമ്മൾ കാണാൻ കൊള്ളത്തില്ലല്ലോ, എൻ്റെ പല്ല് പൊങ്ങിയല്ലേ ഇരിക്കുന്നത്. നമ്മുടെ ഒറ്റ ദിവസം തന്നെ പോയി അടുത്തുനിന്നൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ ഇട്ടിട്ട് വലിയ ഒരുങ്ങി കെട്ടിയായിരിക്കും പോണത്. എന്നിട്ട് അങ്ങനെ വരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് എപ്പോഴും നമുക്ക് എന്തോ നമ്മളങ്ങോട്ട് ഒരു ഉൾവലിഞ്ഞ ഒരു സ്വഭാവമായിരുന്നു. ഞാൻ തയ്ച്ച് കഴിഞ്ഞാൽ അത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇത് കൊള്ളുമോ, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ധാരണയായിരുന്നു. ഞാൻ സ്റ്റേജിൽ കയറിയിട്ടേ ഇല്ല. ഒരു തവണ ഞാൻ കയറിയിട്ടുണ്ട്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഒരു ട്രാബ്ലോയ്ക്കാന്ന് തോന്നുന്നു ഞാൻ കയറിയിട്ടുണ്ട്. അതല്ലാതെ ഞാൻ സ്റ്റേജിൽ കയറിയിട്ടുമില്ല. ഞാനൊരു ഒരു ഡാൻസ് കളിക്കുമോ, എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ അച്ഛൻ അതിനോട്ട് വിടത്തുമില്ല. അത് എന്നെ എന്തോ ഞാനങ്ങ് ഉൾവലിഞ്ഞ ഒരു പ്രകൃതമായിരുന്നു. ഞാൻ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താന്ന് തോന്നുന്നു ഞങ്ങൾ വിവാഹം ചെയ്തു. അവരുടെ പിള്ളേരാണെങ്കിൽ തന്നെ
കുഞ്ഞിലെ ആണെങ്കിലും നമ്മളോട് പറയും ഇതെന്നതാ ഇങ്ങനെ ഇരിക്കണേന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കതൊരു കുഞ്ഞല്ലേ, നമ്മളും കുഞ്ഞാണ് അവരും കുഞ്ഞാണ്. അവര് കുഞ്ഞ്, നമുക്കത് തിരിച്ചറിവുള്ള പ്രായമില്ലല്ലോ. പക്ഷെ അതെല്ലാം നമ്മുടെ മനസ്സിൽ ഒരു മുറിവ് പോലെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓർക്കും, നമ്മളെ കൊള്ളൂല്ലാത്തതുകൊണ്ടാണല്ലോ, നമ്മളെ ബോഡി ഷെയിം തന്നെ. ബോഡി ഷെയിമിൻ്റെ കാര്യം പറഞ്ഞാലും എന്ത് കാര്യം പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ കയറി വിരിക്കുന്നത് ഒരു അപകർഷതാബോധമാണ്. അത് നമ്മൾ തന്നെ അതിനെ മാറ്റിയാലേ അത് മാറത്തുള്ളൂ. അത് നമ്മൾ തന്നെ മാറ്റണം. അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞാലൊന്നും നമ്മൾ മാറത്തില്ല. അപ്പം നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാകണം. നമ്മുടെ മനസ്സിനോട് നമ്മൾ തന്നെ സംസാരിക്കണം. നീ ചെയ്താൽ നല്ലതാണ്, നീ ഗുഡാണ്, നീ സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വയം മാറണം. അല്ലാതെ അത് മാറത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തന്നെ മാറാൻ വർഷങ്ങളെടുത്തു. അപ്പം നിന്നെ പോലെ മാറാനായിട്ട് കഴിയാത്തവരുണ്ടെങ്കിൽ അവരിങ്ങനെ ഒന്ന് നോക്ക്, നിങ്ങൾ ഒന്ന് ശ്രമിച്ച് നോക്ക്. നല്ലതാണ്, ഞാൻ സൂപ്പറാണ്, ഞാൻ നല്ലതാണ്, ഞാൻ ഇന്നത് ചെയ്യും, എനിക്ക് ഇന്നത് നന്നായിട്ട് ചെയ്യാനറിയാം, ഞാൻ അങ്ങനെ എനിക്ക് ഇത്ര കഴിവുകളുണ്ട്, ഞാൻ ഇന്നത് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ നിങ്ങളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് നോക്കൂ. അപ്പോൾ ആ അപകർഷതാബോധം കുറച്ചൊക്കെ അങ്ങ് മാറും. പിന്നെ നമ്മൾ അങ്ങനെ ഒരു ഇത് ഇരിക്കുമ്പോൾ നമുക്ക് പിന്നെ ഒന്നിനോടും താല്പര്യമില്ലായ്മ, ഒരിഷ്ടക്കുറവ്, എന്തിനോടും ഒരു നിസ്സംഗ ഭാവം, എന്തായാലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ വേണ്ട എന്നുള്ള ഒരു, അതൊക്കെ നമ്മുടെ മനസ്സിൽ അത് ഇതിൻ്റെ ഇതായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങളത് സ്വന്തമായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് സ്വയം ഒന്ന് പറഞ്ഞു നോക്കുക, സ്വയം ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് നോക്കുക. മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യമല്ല. നിന്നെ കൊള്ളത്തില്ല, നീ ഒന്നും ചെയ്താൽ ശരിയാവത്തില്ല, നിന്നെ അങ്ങനെ നമ്മളെ മാറ്റി അടിച്ചമർത്തി നമ്മളെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നല്ലോ. അപ്പം അവരുടെയൊക്കെ മുന്നിൽ, അതായത് നാലാൾ അറിയുന്ന ഒരാളാകണമെന്നുള്ളൊരു അതിയായ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അപ്പം അത് നിറവേറണമെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പം പിന്നെ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അത് സാക്ഷാത്കരിക്കണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. എന്നാൽ ശരി, ടാറ്റാ. നിന്നെ കൊള്ളത്തില്ല, നീ ഒന്നും ചെയ്താൽ ശരിയാവത്തില്ല, നിന്നെ അങ്ങനെ നമ്മളെ മാറ്റി അടിച്ചമർത്തി നമ്മളെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നല്ലോ. അപ്പം അവരുടെയൊക്കെ മുന്നിൽ, അതായത് നാലാൾ അറിയുന്ന ഒരാളാകണമെന്നുള്ളൊരു അതിയായ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അപ്പം അത് നിറവേറണമെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പം പിന്നെ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അത് സാക്ഷാത്കരിക്കണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. എന്നാൽ ശരി, ടാറ്റാ.